പാത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുറുമടിയൻ, ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും. അതുപോലെ നമ്മുടെ കുഞ്ഞി മുയൽ കുഞ്ഞി പതുങ്ങി പതുങ്ങി പോവുകയാണ്. ലിയോ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവളെ അങ്ങ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ഒറ്റടി വെക്കുകയാണ്. എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താഴെ ഡോഗി പ്രസവിച്ച് കിടക്കുകയല്ലേ, അപ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കാനായിട്ട് പോവുകയാണേ. അവിടെ പോയിട്ട് പിന്നെ പപ്പി കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇത്തിരി ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണേ. ഓരോരുത്തർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമ്മളെ അമ്മയ്ക്കാണ്, പട്ടി അമ്മച്ചിക്കാണ്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനുള്ളതിന് ഒരാളത് എവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പിള്ളേർ കിടന്നുറങ്ങുന്നുണ്ട്. കാണിച്ചു തരാം. അങ്ങ് മൂലയ്ക്കോട്ട് കിടന്നതാണ്, ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. 3 കറുപ്പന്മാരും ഒരു ചെമ്പൻ കുഞ്ഞും. ഞാൻ ഇത്രയും ദിവസം ഒളിച്ചു വെച്ച് ഇപ്പോൾ ഇവന്മാർ കണ്ണു തുറന്ന് ഇങ്ങോട്ട് വന്നു തുടങ്ങി. ഇനി ഇവിടെ കിടന്ന് വിളിക്കുമ്പോൾ ആൾക്കാരെല്ലാം പതിയെ അറിഞ്ഞു തുടങ്ങും. ഓരോരുത്തരായിട്ട് തൂക്കിയെടുക്കും. പിന്നെ ഇവരെ ഡിസ്റ്റർബ് ചെയ്യും. ബുദ്ധിമുട്ട്. ഒരാളെന്തോ സ്വപ്നം കാണുന്നുണ്ടെന്ന് തോന്നുന്നു, തുള്ളി വിറയ്ക്കുന്നുണ്ട്. കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് ഇവരെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വേണ്ട പൊങ്ങി നോക്കുന്നുണ്ട് ആൾ. നമ്മൾക്കൊന്ന് തിന്ന് തീരാറായി. ദേവന്മാർ പൊങ്ങി ഇതാ വരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടെ എഴുന്നേറ്റ് ചാടുന്നുണ്ടോ. ഭക്ഷണത്തിൻ്റെ മണം അടിച്ചിട്ടായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നും കൊടുക്കാൻ തുടങ്ങിയില്ല ഇവർക്ക്. ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ പോകും. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. കുഞ്ഞുങ്ങൾ ചെറുതായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ഇനി അവർക്ക് വെളിയിൽ വരണമെന്നാണ് ആഗ്രഹം കേട്ടോ. അമ്മ പറയും പോലെ എനിക്ക് കേൾക്കത്തില്ല. വിശപ്പൊക്കെ വെച്ച് തുടങ്ങി. ഇനി പതിയെ വേലത്തരമൊക്കെ കാണിച്ച് പിന്നെ ആൾക്കാരെല്ലാം അറിഞ്ഞു തുടങ്ങി. അമ്മ പട്ടിക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് വന്ന് പാല് കുടിക്കുന്നുണ്ടോ. മര്യാദയ്ക്ക് അങ്ങോട്ട് മൂലയ്ക്കോട്ട് കിടന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇവിടെ കിടന്ന ഭക്ഷണങ്ങളാണ് എല്ലാവരും കണ്ടുപിടിച്ച്. ഞാനവിടെ അത് കിടന്ന മൂലയ്ക്ക് എനിക്ക് തണുപ്പടിച്ചിട്ടാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങി വന്നേ. ഞാനിപ്പോൾ നേരത്തെ തന്നെ ഒരാൾ ക്വാർട്ടേഴ്സ് ഇങ്ങനെ ഒഴിഞ്ഞ് പോയപ്പോഴേ കുറച്ച് ബെഡ്ഷീറ്റും മറ്റുമൊക്കെ വാരിയിട്ടതിന് ഞാൻ എടുത്തുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എടുത്തിട്ട് കൊടുത്തു. ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് ശല്യമാണ്. എനിക്കൊന്നും തരം ശല്യമാണ്. കുട്ടികളിങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുമ്പോഴേ എല്ലാ എണ്ണം കൂടെ എൻ്റെ തോട്ടത്തേക്ക് ഇറങ്ങിയിറങ്ങും.
വെളിയിലെടുത്ത് വിടാമെന്ന് വിചാരിച്ചാൽ എല്ലായിടവും കൂടെ അലഞ്ഞ് വേറെ പട്ടികൾ കടിച്ചു കൊല്ലും. അപ്പോൾ ഇവിടെ തന്നെ ഇട്ടയ്ക്കും. ഞാൻ ഇങ്ങോട്ട് മാറ്റാനൊന്നും പോകുന്നില്ല. എന്തായാലും ചേട്ട് ദൈവം എന്താണ് ഇവർക്ക് വേണ്ടി തീരുമാനിച്ചത് അതുപോലെ നടക്കും.